യെസ്, അരീഷ് സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും വടക്കൻ കേരളത്തെ ഏറ്റവും രൂക്ഷമായി തന്നെ ഈ പ്രതിസന്ധി ബാധിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് കേരളത്തിൻ്റെ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക ഒരുപക്ഷെ മലബാർ മേഖലകളിലാവാം എന്നത് തന്നെയാണ് സാഹചര്യം. മലപ്പുറത്തെയും കോഴിക്കോടെയും ചിത്രം പറയുന്നതും അതുതന്നെയാണ്. എന്തായാലും ഇടപെടലുകൾ ഉണ്ടാവട്ടെ, പരിഹാരമുണ്ടാവട്ടെ, അല്ലെങ്കിൽ യുദ്ധം നമ്മുടെ അടുക്കളകളെ പോലും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നതാണ് ഇതുവരെ സാഹചര്യം. ഇതിനിടയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ത്യയുടെ കപ്പലുകൾ കടത്തിവിടാനുള്ള അനുമതി ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് LPG-യും എണ്ണയും ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ ആശങ്ക വേണ്ട എന്നതാണ് സാഹചര്യം. നമുക്ക് ദേശീയ തലത്തിൽ ഇതിൻ്റെ പൊതുചിത്രം കൂടി എന്താണെന്ന് പരിശോധിക്കാം. നോക്കൂ, ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം രാജ്യത്തിൻ്റെ LPG കണക്ഷനുകളുടെ പൊതുചിത്രമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കേരളം വിശദമായി പരിശോധിക്കാം. രാജ്യത്തിൻ്റെ പൊതുചിത്രം നോക്കൂ. അതായത് 3306 ലക്ഷത്തിൽ പരം കണക്ഷനുകളാണ് ആകെ രാജ്യത്ത് ഉള്ളത്. ഇതിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും കണക്ഷനുകളുടെ എണ്ണം നമുക്ക് പരിശോധിക്കുമ്പോൾ നോക്കൂ, LPG കണക്ഷനുകളുടെ എണ്ണമാണ് അത് കൃത്യമായി പറയുന്നുണ്ട്. ഉത്തർപ്രദേശാണ് 485 കണക്ഷൻ, LPG കണക്ഷനാണ് ഉത്തർപ്രദേശിലുള്ളത്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ചിത്രം നമുക്ക് വേഗം നോക്കാം. കേരളം നോക്കൂ, 98.2 ലക്ഷം കണക്ഷനുകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ LPG ഉപയോഗം നടക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിന് പിന്നാലെ ഗുജറാത്ത് ഉണ്ട്. 127.8 ലക്ഷം LPG കണക്ഷനുണ്ട്. കർണാടകയിലേക്ക് വരുമ്പോൾ 189.6 ലക്ഷം കണക്ഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ബംഗളൂരു സിറ്റിയുടെ അവസ്ഥ കണ്ടതാണ്. അവിടെ പലപ്പോഴും ഹോട്ടലുകൾ അടച്ചിട്ട പ്രതിസന്ധി ആദ്യം ആരംഭിച്ചത് അവിടെ തന്നെ. അപ്പോൾ അവിടുത്തെ പ്രതിസന്ധി എത്ര കണ്ട് രൂക്ഷമാണെന്ന് നോക്കാം. വെസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോൾ 272 ലക്ഷം കണക്ഷനാണ് അവിടെയുള്ളത്. ഒപ്പം മറ്റ് ചെറു സംസ്ഥാനങ്ങളുടെ സാഹചര്യം അതാണ്. ആന്ധ്രാപ്രദേശിൽ 159, തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിൻ്റെ അവസ്ഥ ഇതാണ്. തമിഴ്നാട്ടിൽ 238.4 ലക്ഷം LPG കണക്ഷനാണുള്ളത്. മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ 318 ലക്ഷം, ഒപ്പം മധ്യപ്രദേശിൽ 175, രാജസ്ഥാനിൽ 183 ലക്ഷം, ബീഹാറിൽ 230 ലക്ഷം, ഒഡീഷയിൽ 100 ലക്ഷം കണക്ഷനുകൾ. ഇതാണ് പൊതുവിലുള്ള സാഹചര്യം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ഒരു അവസ്ഥയാണ് ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് LPG-കൾ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധി ഓരോ സംസ്ഥാനങ്ങളെയും എങ്ങനെ ഗുരുതരമായി ബാധിക്കുമെന്നതിൻ്റെ നേർചിത്രമാണ് നമുക്ക് ഈ കണക്കിൽ വ്യക്തമാവുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത് നമുക്ക് ലോക സാഹചര്യമാണ്. എന്താണ് ഈ ഫ്യൂവലിൻ്റെ സ്റ്റോറേജ്? നമുക്കറിയാം ഇത്തരം യുദ്ധം പോലെയുള്ള അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇന്ധന പ്രതിസന്ധി ഉണ്ടാവില്ല, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവരുത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് 1973 മുതൽ തന്നെ ലോകരാജ്യങ്ങൾ ഇതിന് ചില തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എല്ലാ ലോകരാജ്യങ്ങളും പ്രധാന എണ്ണ ഉപയോഗ രാജ്യങ്ങളും കൃത്യമായ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിലുള്ള സ്റ്റോറേജ് സംവിധാനം നമുക്കറിയാം. പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. വരുന്ന 25 ദിവസത്തേന് നമ്മൾ സേഫാണ്, നമുക്ക് പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല, ഇന്ധന പ്രതിസന്ധി ഉണ്ടാവില്ല, LPG പക്ഷേ അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ LPG പ്രതിസന്ധി നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി എന്നതാണ് സാഹചര്യം. നോക്കൂ, ഈ ഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമാവും ലോകത്തെ ഏറ്റവും വലിയ സ്റ്റോറേജ് ഉള്ള രാജ്യം, പെട്രോളിയം സ്റ്റോറേജ് ഉള്ള രാജ്യം ചൈനയാണ്. നോക്കൂ, ചൈനയുടെ സ്റ്റോറേജ് എത്ര വലുതാണ്. 900 മില്യൺ ബാരൽസ് ആണ് അവരുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് 480 മില്യൺ ബാരൽസ് സ്റ്റോറേജ് ഉള്ള ജപ്പാനാണ്. ജപ്പാൻ്റെ കണക്ക് നോക്കൂ, ജപ്പാനാണ് പിന്നെ ലോകരാജ്യങ്ങളിൽ പിന്നീട് വരുന്ന രാജ്യം. US-ൻ്റെ കണക്ക് നോക്കൂ, അമേരിക്കയുടെ സ്റ്റോറേജ് 400 മില്യൺ ബാരലാണ് അമേരിക്കയുടെ സ്റ്റോറേജ് എന്നതാണ് അവസ്ഥ. സൗത്ത് കൊറിയ 200 ആണ്. ഇന്ത്യയുടെ കണക്കിലേക്ക് വരുമ്പോൾ 39 മില്യൺ ബാരൽസ് ആണ് നമ്മുടെ സ്റ്റോറേജ് എന്നതാണ്. അതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന അവരുടെ ഒരു കോൺഫിഡൻസ് അതായിരുന്നു. കാരണം നമുക്ക് പ്രതിസന്ധിയൊന്നും അത്ര പെട്ടെന്ന് ബാധിക്കില്ല, കാരണം നമുക്കൊരു സ്റ്റോറേജ് നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ഉള്ള ഒരു പ്രതിസന്ധി ഈ പെട്രോളിയം നമുക്ക് രാജ്യത്തേക്ക് LPG വരുന്നത് 2 രീതിയിലാണ്. LPG രൂപപ്പെടുന്ന 2 രീതിയാണ്. ഒന്ന്, നാച്ചുറൽ ഗ്യാസ് നേരിട്ടെടുക്കുന്നു, അത് ഖനനത്തിലൂടെ നേരിട്ട് എടുക്കുന്നു. മറ്റൊന്ന് പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ 2 രീതികളാണ്. അപ്പോൾ ഈ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് സ്വാഭാവികമായും റിഫൈനറികൾ വഴിയാണ്. റിഫൈനറികളിൽ നിന്നും പെട്രോളിയത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് LPG എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റിഫൈനറികളോട് പൊതുവിൽ LPG-യുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റോറേജ് മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ അവർ പങ്കുവെച്ചതിൻ്റെ കാര്യവും. ഇനി നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം സംസാരിച്ചപ്പോൾ തുടക്കം മുതൽ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ആ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്ന രാജ്യങ്ങൾക്കപ്പുറം ഇതിൻ്റെ പരോക്ഷമായി മറ്റു രാജ്യങ്ങളെ ആയിരിക്കും ഏറ്റവും ഗുരുതരമായി ബാധിക്കുക എന്നത്. അതിനൊരു കാരണമുണ്ട്. എന്താണ്
ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കപ്പൽ പാതകളിലൂടെയുള്ള സഞ്ചാരം പലപ്പോഴും തടസ്സപ്പെടുകയാണ്. അതായത് തന്ത്രപ്രധാനമായ കപ്പൽ റൂട്ടുകൾ നമുക്കുണ്ട്. ആ റൂട്ടുകൾ വഴിയുള്ള ഗതാഗതം, വ്യാപാരങ്ങൾ നടന്നാൽ മാത്രമേ ലോകരാജ്യങ്ങൾ അവരുടെ ദൈനംദിനം മുന്നോട്ട് പോകാൻ ഇടയുണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഈ തന്ത്രപ്രധാനമായ പാതകളിൽ ലോകത്തെ പ്രധാനപ്പെട്ട ചില എണ്ണപ്പാതകൾ എന്ന് വിളിക്കുന്ന ഓയിൽ റൂട്ട്സും. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഓയിൽ റൂട്ട്സ്? നമുക്കൊന്ന് പരിശോധിക്കാം. അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഹോർമിസ് കടലിടുക്കാണ്. ഹോർമിസ് കടലിടുക്ക് നമുക്കറിയാം, ഈ പേർഷ്യൻ മേഖലകളിൽ നിന്നും, ഈ ഗൾഫ് മേഖലകളിൽ നിന്നും നമ്മുടെ ഓപ്പൺ സീയിലേക്ക് കടന്നു വരുന്ന തന്ത്രപ്രധാനമായ ഒരു ഇടമാണ്. അതുണ്ടാക്കുന്ന പ്രാധാന്യം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോയത്. പക്ഷേ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപാത യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്കല്ല, അത് മറ്റൊന്നുമല്ല, അത് മലാക്ക കടലിടുക്കാണ്. അത് ഈ ഭാഗത്തായിട്ട് വരും. മറ്റ് രണ്ടാം സ്ഥാനത്ത് വരും. മലാക്ക കടലിടുക്ക് വഴി 29.1% ഓയിൽ ഗതാഗതമാണ്, ഈ എണ്ണയുടെ കൈമാറ്റമാണ് അതുവഴി, കപ്പലുകളുടെ കൈമാറ്റമാണ് അതുവഴി നടക്കുന്നത്. രണ്ടാം സ്ഥാനത്തേക്കാണ് ഹോർമുസ് വരുന്നത്. ഹോർമുസിൻ്റെ കണക്ക് നോക്കൂ, 26.2% കൈമാറ്റമാണ് ആ കടലിടുക്ക് വഴി നടക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പാണ്. നമുക്കറിയാം, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള സാധ്യതകളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നു. നമുക്ക് പൂർണ്ണമായും 50% ഹോർമുസ് കടലിടുക്കാണ് രാജ്യത്തേക്ക് വരുന്ന ഇന്ധനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴി. പക്ഷേ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പും നമുക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. 11.4% ഇന്ധനവും കൈമാറ്റപ്പെടുന്നത്, പെട്രോളിയവും കൈമാറ്റപ്പെടുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്. മറ്റൊന്ന് സൂയിസ് കനാലാണ്. സൂയിസ് കനാൽ തന്ത്രപ്രധാനമായ മറ്റൊരു മേഖലയാണ്. 6.1% സൂയിസ് കനാൽ വഴിയുള്ള കയറ്റുന്നത്. മറ്റൊന്ന് ഡാനിഷ് സ്ട്രൈറ്റ്സ് ആണ്. ഡാനിഷ് സ്ട്രൈറ്റ് വഴിയും 6.1%. ഇതാണ് സാഹചര്യം. അപ്പോൾ തന്ത്രപ്രധാനമായ ഈ ഓയിൽ റൂട്ടുകളാണ് നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമാവുന്ന ഇടം. അവിടങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഒരു തരത്തിലും അവിടെ ബ്ലോക്കേജ് ഉണ്ടാവാൻ പാടില്ല. അത് ലോകരാജ്യക്രമങ്ങളെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്നതാണ് അവിടുത്തെ അവസ്ഥ എന്നതാണ് സാഹചര്യം. ഇനി നമുക്ക് നോക്കാം, ഈ എണ്ണ പ്രതിസന്ധി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന അവസരമാണ്. ഊർജ്ജമില്ലെങ്കിൽ, ഇന്ധനമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുന്നത് ഗൾഫ് യുദ്ധങ്ങളുടെ സമയത്ത് തന്നെ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിവാകുന്നതിന് വേണ്ടിയാണ് 1973 മുതൽ തന്നെ ഇതിനൊരു കോമൺ സംവിധാനം ലോകരാജ്യങ്ങൾ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ഈ എണ്ണ സംഭരണ രാജ്യങ്ങൾ അത് മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ, അത്തരം സ്റ്റോറേജുകൾ, ഇത്തരം ക്രൈസിസുകളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി നേരിടാമെന്നതൊക്കെ നമുക്ക് ലോകം നമ്മളെ കാണിച്ചു തന്നിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് എത്ര കണ്ട് നമുക്ക് നേട്ടമുണ്ടാകുന്നതും കൂടിയാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം, 21ാം സെഞ്ചുറിയിലെ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് ഉണ്ടായ പ്രധാനപ്പെട്ട ഊർജ്ജ പ്രതിസന്ധികൾ ഏതൊക്കെയെന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ 21ാം നൂറ്റാണ്ടിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ജൂലൈ 8 ഉണ്ടായ ഒരു സാധനമാണ്. അതായത് ഗ്ലോബൽ ഡിമാൻഡ് ബൂം എന്നതാണ് അന്നത്തെ അവസ്ഥ. അതായത് പൊതുവിൽ അന്ന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ആഗോളമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. അന്ന് 2008 ജൂലൈയിൽ അന്നുണ്ടായ ഒരു പ്രതിസന്ധിയാണ് അത് ഉണ്ടായ സാഹചര്യം. പിന്നീടുണ്ടായത് ഈ മാർച്ച് 2022 മാർച്ചിലാണ് ഈ സംഭവം ഉണ്ടായത്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള യുക്രൈൻ റഷ്യ യുദ്ധമാണ്. അത് സ്വാഭാവികമായും ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണക്കടത്തും മറ്റും ബാധിക്കുന്ന, റഷ്യ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന പശ്ചിമേഷ്യൻ ഇപ്പോഴത്തെ സമാനമായ സംഘർഷമാണ് 2006. അപ്പോൾ 21ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 3 തവണയാണ് നമുക്ക് പ്രധാനമായും ഇത്തരമൊരു ക്രൈസിസ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് ആ സാഹചര്യം. ഓക്കെ, മറ്റൊരു കണക്കുകൂടി നമുക്ക് നോക്കാം. അതായത് ലോകത്തെ എണ്ണയുടെ ഉപഭോഗം, അതിൻ്റെ ഒരു ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ രസകരമാണ്. 100 മില്യൺ ബാരൽസാണ് പെർ ഡേ നമ്മൾ ലോകരാജ്യങ്ങൾ എണ്ണ ഉപയോഗിക്കുന്നത് എന്നതാണ്. അതായത് ഒരു ദിവസം നമ്മുടെ ഈ ചരക്ക് നീക്കവും നമ്മുടെ ഊർജ്ജ ശേഖരണവും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ എത്ര കണ്ട് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിശ്ചലമാകുമെന്ന ഗുരുതരമായ സാഹചര്യം കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. ഇതാണ് പൊതുവായുള്ള ലോകചിത്രം. ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സാഹചര്യമാണിത്. എന്തായാലും ഇതിനെ നേരിടാൻ എല്ലാവരും സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് യുദ്ധത്തിൽ നേരിട്ടിടപെടുന്ന രാജ്യങ്ങളെ മാത്രമല്ല, പരോക്ഷമായി മറ്റിടങ്ങളെല്ലാം ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയായി കൂടി ഇത് മാറി എന്നതാണ് അവസ്ഥ. ഇതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു നമുക്ക് ആശ്വാസകരമായൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നമ്മുടെ LPG ക്ഷാമത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്ന്
സാധ്യത കൂടിയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അനുമതി ഇറാൻ നൽകിക്കഴിഞ്ഞു. അപ്പോൾ ആരും ഭയപ്പെടേണ്ട, നമുക്കുള്ള ഊർജം വരുന്നുണ്ട് കപ്പലുകൾ വഴി. അപ്പോൾ രാജ്യത്തിൻ്റെ ഇന്ധന പ്രതിസന്ധിക്ക് എന്തായാലും താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ആ വഴി ഉണ്ടാവുമെന്ന് കരുതാം. അജയ് സുധാ ബിജു ഉണ്ട് ഒപ്പം. അജയ്, എന്താണ് ഈ സാഹചര്യം? നമ്മുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുമോ? ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കപ്പലുകൾ വഴി വരുന്ന ചരക്കുകൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നിലവിൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പുഷ്പക്, പരിമൾ എന്നീ 2 കപ്പലുകൾക്കാണ് ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരു തായ്ലൻഡിൻ്റെ കൊടിവച്ച ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ UAE തീരത്ത് നിന്ന് പുറപ്പെട്ട മറ്റൊരു എണ്ണക്കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം നിരവധി ആളുകളെ ഒക്കെ രക്ഷിച്ചു, കഷ്ടിച്ചാണ് പല ആളുകളും രക്ഷപ്പെട്ടത്. ഇറാഖിൻ്റെ തീരത്തുള്ള ഒരു എണ്ണക്കപ്പലിന് നേരെ ഇന്ന് രാവിലെ ആക്രമണം നടന്ന് ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര വലിയ ഒരു പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 2 ഇന്ത്യൻ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ അനുവദിച്ചത്. നമ്മൾ ഇന്നലെ നടന്ന ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുമായി ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഇരു നേതാക്കളും തമ്മിൽ ചർച്ചയായതാണ് വിവരം. അപ്പോൾ ഇങ്ങനെയായിരിക്കാം ഈ ഒരു ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നയമനുസരിച്ചായിരിക്കാം ഇന്ത്യൻ കപ്പലിനെ ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. ഈ 2 കപ്പലുകൾ വഴി എന്തായാലും ക്രൂഡ് ഓയിൽ അടക്കം നിരവധി സാമഗ്രികൾ ഇന്ത്യയിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസം തന്നെയാകും. നിലവിലുള്ള LPG ക്രൈസിസ് ഉൾപ്പെടെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത ഇന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും $100 പെർ ബാരലിന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമെല്ലാം നേരിയ കുറവ് ഇതിൽ വന്നിരുന്നു. ഇപ്പോൾ $100 മുകളിൽ ഉയർന്ന് $101 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 38% വർധനവാണ് ക്രൂഡ് ഓയിൽ വിലയിൽ മൊത്തം രേഖപ്പെടുത്തിയത്. എന്തായാലും നിലവിൽ ഈ ഇന്ത്യൻ കപ്പലുകളെ കടന്നു പോകാൻ അനുവദിച്ചു എന്ന് പറയുന്ന വാർത്ത അത് നമുക്ക് നിലവിൽ ഒരു ആശ്വാസം തന്നെയാണ്. ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. നമുക്ക് ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാനുള്ള അനുമതി ഇറാൻ നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഫലപ്രദമായി പ്രയോഗിക്കുന്ന നയതന്ത്രം, ഒരു പക്ഷവും ചേരാതെയുള്ള ഇന്ത്യയുടെ നയതന്ത്രം അതുകൂടിയാവാം ഇതിൻ്റെ ഒരു ഫലം ഗുണം ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് കരുതാം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും നമുക്ക് ആശ്വാസകരമായൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് എന്നതാണ്. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ഇത്ര കണ്ട് തന്ത്രപ്രധാനമാകുന്നു എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം ലോകരാജ്യക്രമങ്ങളെ ഇത്ര കണ്ട് എങ്ങനെ ബാധിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. നമുക്ക് അതിനുള്ള ഉത്തരവ് ഒരു പക്ഷേ ഈ ഗ്രാഫിൽ കൂടി ഉണ്ടാവുമെന്നതാണ്. ലോകത്തെ 30% ഇന്ധനം പ്രൊഡക്ഷൻ, പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതും ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ്. ആരൊക്കെയാണ് മിഡിൽ ഈസ്റ്റ് കൺട്രീസ്? എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഇതാ നോക്കൂ, ഈജിപ്റ്റ്, സൗദി അറേബ്യ, യമൻ, ഒമാൻ, ഇറാൻ, ഇറാഖ്, തുർക്കി അടക്കമുള്ള ഈ പശ്ചിമേഷ്യൻ മേഖലയാണ് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരിടമായി മാറുന്നത് എന്നതുകൂടിയാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലകളിൽ ഉണ്ടാകുന്ന സംഘർഷം പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ലോകത്തെ 30% വരുന്ന ഓയിൽ പ്രൊഡക്ഷനും ഇവിടെ നടക്കുന്നു. അതായത് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു നേരിയ ചലനം പോലും ലോകത്തിൻ്റെ ഓയിൽ പ്രൊഡക്ഷനെ വലിയ രീതിയിൽ ബാധിക്കുന്നു, എല്ലാവരെയും ബാധിക്കും. ഈ റിസർവ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാം, പക്ഷേ ഈ പ്രതിസന്ധി നീണ്ടു നിന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് ഇടയാക്കും എന്നതാണ് സാഹചര്യം. എന്തായാലും ഇന്ത്യക്ക് ആശ്വസിക്കാം, നമുക്ക് കപ്പലുകൾ കടന്നു വരുന്നുണ്ട്, നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം ഉണ്ടാവും, LPG ക്രൈസിസ് ഒക്കെ പരിഹരിക്കും എന്ന ആശ്വാസകരമായ വാർത്ത കൂടിയാണ്.